ആ കാലത്ത് നമ്മൾ കഷ്ടപ്പെട്ട് ആ ക്ഷേത്രം കണ്ടുപിടിച്ചു. ഇപ്പൊ അതെങ്ങനെയാണോ എന്തോ. മരുമക്കളെയും ചെറുമക്കളെയും കൂട്ടിയിട്ട് ആ കാട്ടിലേക്ക് പോകുന്നത് ശരിയാണോ ഏട്ടാ? ദേവിക്ക് വേണ്ടിയാ നമ്മൾ പോകുന്നത്. എല്ലാം ദേവി തന്നെ നോക്കിക്കോളൂ. എന്നാൽ ഒരു വാക്ക് എന്നോട് ചോദിക്കാതെ ഏട്ടൻ എന്തിനാ ഇങ്ങനെ ഒരു നേർച്ച നേർന്നത്? സന്ധ്യയുടെ മരണശേഷം അഭിയുടെ ജീവിതം എന്തായിത്തീരുമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. അനുവും കീർത്തിയും ചെറിയ കുട്ടികളാ. അവരെ നന്നായിട്ട് വളർത്തുന്നതിന് അവർക്കൊരമ്മ വേണം. എത്ര പറഞ്ഞിട്ടും രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ അഭി തയ്യാറായില്ല. എത്ര ആലോചനകളാ അവൻ വേണ്ടെന്ന് വെച്ചത്. അഭിയുടെ കാര്യത്തിൽ നീയും വിഷമിച്ചില്ലേ? അതുകൊണ്ടാണ് അഭി അനുവിനും കീർത്തിക്കും വേണ്ടി ഒരു നല്ല പെൺകുട്ടിയെ മരുമകളായി കൊണ്ടുവരണമെന്ന് ആ അമ്മയ്ക്ക് ഞാൻ നേർച്ചകൾ നേർന്നിരുന്നത്. എന്റെ നേർച്ചകൾ ഫലിച്ചു. വസു നമ്മുടെ മരുമകളായി. അഭിയെയും അനുവിനെയും കീർത്തിയും ഒക്കെ അവൾ നന്നായിട്ട് നോക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോ നേർച്ച നമ്മൾ നടത്തേണ്ടതല്ലേ? ആ കാടിന്റെ നടുക്കുള്ള ക്ഷേത്രത്തിലെ ദേവിക്ക് ഏട്ടൻ എന്തിനാ നേർന്നത്? തിരുപ്പതിയിലോ തിരുച്ചെന്തൂരോ പോകാന്ന് പറഞ്ഞ് നേർച്ച നേരായിരുന്നില്ലേ? പോയിട്ട് വരാനും ഈസിയല്ലേ? ദൈവം നമുക്ക് കഷ്ടപ്പാടുകൾ തരുമ്പോ അത് പെട്ടെന്ന് തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കരുത് ജയന്തി. കഷ്ടപ്പാടെന്ന് വെച്ചാൽ നമ്മൾ നല്ല നിലയിലെത്താൻ വേണ്ടി ദൈവം തരുന്നൊരു വരമാണ്. സുഖമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ഒരു മാറാവ്യാധിയാണ്. ഞാൻ വിശ്വസിക്കുന്ന ദേവിയമ്മ നമ്മുടെ കുടുംബത്തിന്റെ പരദേവതയാണ്. നമ്മളത് മറന്നുപോയി. അതുകൊണ്ടാണ് കൈനോട്ടക്കാരിയുടെ രൂപത്തിൽ വന്ന് അത് ഓർമ്മിപ്പിച്ചത്. നമ്മൾ തീർച്ചയായിട്ടും പോയേ തീരു ജയന്തി. എന്തായാലും കുട്ടികളെയും കൂട്ടി കാടിന് നടുവിലേക്ക് പോകുന്നത് നല്ലതാന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയരുത് ജയന്തി. ആ ദേവി നമുക്ക് വഴികാട്ടും. ആ കാട്ടിൽ വെച്ച് അരുതാത്തത് വല്ലതും സംഭവിച്ചാ? ആ ദേവിയെ കാണാനല്ലേ പോകുന്നത്. ആ ദേവി നമ്മളെ രക്ഷിക്കില്ലേ? കാറ്റത്ത് വിളക്ക് കത്തിച്ചിട്ട് ദൈവമേ വഴികാട്ടി തരണേന്ന് പ്രാർത്ഥിച്ചാൽ എങ്ങനെയാ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചൂടെ? ഞാൻ എല്ലാം ആലോചിച്ച് തന്നെയാ പറയുന്നത്. ആ കാട്ടിൽ നമുക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് വസു ഏറ്റിരിക്കുകയല്ലേ. ആ ദേവിയെ മനസ്സിൽ വിചാരിച്ചിട്ട് നാളെ നമുക്ക് പുറപ്പെടാം. നീ മനസ്സിൽ യാതൊരു പേടിയും വെക്കണ്ട. മനസ്സിലായല്ലോ? മോളെ വസു, വസു വരുന്നു വെച്ചാ. അമ്മയ്ക്ക് ദക്ഷിണ വയ്ക്കാനുള്ള പട്ടുപാവാട, വെറ്റിലപാക്ക്, കർപ്പൂരം, വെള്ളി നാണയം എല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട് മോളെ. പൂജാമുറിയെ കൊണ്ടുപോയി വിളക്ക് കത്തിച്ച് അവിടെ സൂക്ഷിക്കും. ശരി അച്ഛാ. ഭാവനേ, ഭാവനേ, ഭാവനേ. എന്താമേ? ഭാവന കിച്ചണിലാ ഉള്ളത്. നമ്മൾ കാട്ടിലേക്കാ പോകുന്നത്. കുട്ടികൾക്ക് ചിലപ്പോ വിശപ്പുണ്ടാവാം. ഭക്ഷണം എന്തേലും കയ്യിൽ കരുതണം. എല്ലാം റെഡിയാക്കി അമ്മേ. എല്ലാവർക്കും ആവശ്യമുള്ള ആഹാരം ഉണ്ടാക്കി കാറിൽ വെച്ചിട്ടുണ്ട്. ആ ശരി. ഇനിയും ചിലത് എടുക്കാനുണ്ട്. നീ എന്റെ കൂടെ വാ. ആ ക്ഷേത്രം കാട്ടിനകത്താ ഉള്ളത്. ഈ ചൂടത്ത് ആ കാട്ടിനകത്ത് പോകേണ്ട വല്ല കാര്യമുണ്ടോ? അതെ ആന്റി, എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് പോകാതെ ഇവിടെ തന്നെ നിക്കാം. കാർത്തിക, ഇളയമേ, നിങ്ങളിത് എവിടെയായിരുന്നു? വാ വേഗം വേഗം. എന്താ സുമംഗലേ, നീ ഇതുവരെ റെഡിയായില്ലേ? റെഡിയായിട്ടാ. എനിക്ക് സുഖമില്ലാന്ന് തോന്നേട്ടാ. നിങ്ങൾ എല്ലാരും പോയിട്ട് വരൂ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാകും. ആന്റിക്ക് തുണയായിട്ട് ഞാൻ വീട്ടിൽ നിക്കാം. അത് പറ്റില്ല, എല്ലാരും കൂടിയാ പോകുന്നത്. നീ ഈ വീട്ടിലെ അംഗമല്ലേ സുമംഗലേ? നീ തീർച്ചയായിട്ടും വരണം. ജനിക്കുണ്ടായിരുന്നു തോന്നുന്നു. രണ്ടാം കല്യാണം നടത്തി തരില്ല. പൂജയ്ക്ക് പോവാൻ മാത്രം വിളിക്കും. ഇളയമ്മ ആദ്യം വന്നാ ദേവി ഒന്ന് തൊഴുതു നോക്ക്. നല്ല ബുദ്ധി കിട്ടുമെന്നേ. നീ എന്താടാ പറഞ്ഞു വരുന്നേ? ഇപ്പൊ എനിക്ക് ബുദ്ധിയില്ലെന്നാണോ? അഖിൽ, അങ്ങനെയൊന്നും പറയരുത്. ആ പിന്നെ അബി എവിടെ? എല്ലാരും റെഡിയല്ലേ? ഞങ്ങളെല്ലാരും റെഡിയാടാ അബി. നിനക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നത്. ശരി, ദാ വരുന്നു. വാ വാ വാ, വേഗം ചെല്ല് വേഗം ചെല്ല്.
ഭഗവാനെ, അച്ഛനെ നേർച്ച നിവർത്തിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാ. അച്ഛനെ നേർച്ച നിറവേറ്റി ഞങ്ങളെ സന്തോഷത്തോടെ നടത്തണം. വനത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാതെ ഞങ്ങളെ കാത്തോളണം. വസുന്ധര, ആ ദാ വരുന്നു ഏട്ടാ. എന്താ റോഡിങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുന്നത്? ഇവിടുന്ന് അങ്ങോട്ട് നടന്നാണ് അഭി പോകേണ്ടത്. എത്ര ദൂരം നടക്കണേട്ടാ? കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഏകദേശം ഒരു 2 കിലോമീറ്റർ എങ്കിലും നടക്കണം ഏട്ടത്തി. 2 കിലോമീറ്റേഴ്സോ? പാർക്കിൽ നമ്മള് 1/2 മണിക്കൂർ കറങ്ങുന്ന ദൂരം. പാർക്ക് പിന്നെയും കുഴപ്പമില്ല. ഈ കാട്ടിലൂടെ എങ്ങനെയാണോ നടക്കുന്നേ? നടന്നേ പറ്റുള്ളൂ അമ്മേ. നിങ്ങൾക്ക് നല്ല എക്സസൈസും കിട്ടും, സ്ലിം ആവുകയും ചെയ്യും. ആ അച്ഛാ, ഏത് വഴിക്കാ പോണ്ടേ? അതാണ് അഭി ഞാനും നോക്കുന്നത്. നോക്കിക്കൊണ്ടിരിക്കുന്നോ? എന്തേട്ടാ അങ്ങനെ പറയുന്നേ? ഏട്ടന് വഴി അറിയില്ലേ? ഞങ്ങള് കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടെ വന്നതാ ഏട്ടത്തി. ഓർമ്മയൊന്നുമില്ല. അതെന്തായാലും കൊള്ളാം. സൂര്യനാണെങ്കിൽ ഉച്ചയിലാ കത്തി നിൽക്കുന്നേ. ചുറ്റിന് കാടും വഴിയോ അറിയില്ല. ക്ഷേത്രം എവിടെയാണെന്ന് ഒരു പിടുത്തവും ഇല്ല. എപ്പോ ചെന്ന് എത്തുമെന്തോ, തിരിച്ച് വീട്ടിലെത്തുമെന്നും അറിയില്ല. അതുകൊണ്ടാ ഈ ക്ഷേത്രത്തിലേക്ക് വരണ്ടെന്ന് ഏട്ടനോട് ഞാൻ പറഞ്ഞേ, എന്നിട്ട് കേട്ടില്ല. ഇത്രയും ദൂരം വന്നിട്ട് അങ്ങനെയൊന്നും പറയല്ലേ ജയന്തി. അതെ അമ്മേ, എല്ലാം ദേവിയിൽ അർപ്പിച്ച് നമുക്ക് പോവാം. ദേവി നമുക്ക് ശരിയായ വഴി കാട്ടിത്തരും അമ്മേ. നമ്മൾ ആഗ്രഹിച്ചത് നിറവേറ്റാനല്ലേ വന്നത്. അതുകൊണ്ട് ദേവി തന്നെ നമ്മളെ വഴി നടത്തും. അതെ, വാ പോവാം.
ഓക്കെ. ശരി അച്ഛാ, ഞാൻ ലഗേജ് എടുത്തോണ്ട് വരാം. എന്റെ ഭഗവാനെ, എന്റെ കല്യാണം നടത്തിയില്ലെങ്കിൽ പോലും ഈ അലച്ചിലൊന്നൊരു കുറവുമില്ല. ഞാൻ അങ്ങനെ എന്ത് തെറ്റാ ചെയ്തത്? അമ്മേ, അമ്മേ. അയ്യോ, പൊട്ടിപ്പോയല്ലോ. എന്ത് പൊട്ടിയെന്ന ഏട്ടത്തി? ചെരുപ്പ് എടുത്തി, എന്റെ ചെരുപ്പ് പൊട്ടിപ്പോയി. ശല്യം ഒഴിഞ്ഞല്ലോ, ഇനി വെറും കാലോടെ നടന്നാ മതി. ഈ പൊള്ളുന്ന വെലുത്ത് ചെരുപ്പില്ലാതെ ഞാൻ എങ്ങനെ നടക്കാനാ? ഇങ്ങനെ നടന്നാലേ എക്സ്ട്രാ കലോറീസും കൂടെ ബേണാവും, പെട്ടെന്ന് സ്ലിം ആവുകയും ചെയ്യും. അതിനൊന്നും ആവശ്യമില്ല. ആരെങ്കിലും ഒരാൾ എനിക്ക് ചെരുപ്പ് തന്നേ. ചെരുപ്പ് എല്ലാവർക്കും വേണ്ടതല്ലേ സുമംഗലെ? ചെരുപ്പ് പൊട്ടിപ്പോയെങ്കിൽ ഒരു സേഫ്റ്റി പിന്നെടുത്ത് കുത്ത്. എന്റെ ഭർത്താവ് പോയി, എന്നാ മറ്റൊരു കല്യാണം കഴിപ്പിക്കുന്നില്ല. ചെരുപ്പ് പൊട്ടിയ സേഫ്റ്റി പിന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നു. എന്തൊരേട്ടനാണോ എന്തോ. ശരി, പോകാം. ആന്റി, എല്ലാരും പോവാണ്, ഒന്ന് വേഗം നടക്ക്. ഇതുവരെ എന്റെ ജീവിതത്തിൽ പൊട്ടിപ്പോയ ചെരുപ്പിന് പിന്നെ വെച്ച് കുത്തിയിട്ടൊന്നുമില്ല. ഞാൻ ഇങ്ങനെ നടക്കും. കണ്ണിൽ കർപ്പൂര ദീപമോ, ശ്രീവല്ലി വാക്കിൽ കല്യാണി രാഗമോ. അയ്യോ, കാലില് കുത്തിയേ. എന്താ ഏട്ടത്തി കുത്തിയത്? മുള്ള എടുത്തി, കാലില് മുള്ളു കൊണ്ടു. വീണ്ടും നാടകം തുടങ്ങിയല്ലോ ഇളയമ്മ. അമ്മ, അയ്യോ അയ്യോ, രക്തം ഭയങ്കരമായിട്ട് ഒഴുകെടുത്തി. ഇങ്ങനെയാണെങ്കിൽ ഈ കാടിന് ഞാൻ രക്തം ദാനം ചെയ്യേണ്ടി വരുമെന്നാ തോന്നുന്നേ. എല്ലാ കഷ്ടവും എനിക്കാണല്ലോ ഈശ്വര. ആന്റി, ഒരുപാട് ഓവറാക്കണ്ട. കാലിൽ കൊണ്ടത് ഒരു ചെറിയ മുള്ള, പുറത്തേക്ക് വന്നത് ഒരു തുള്ളി രക്തവും. അതിന് ഒരുപാടങ്ങ് കരയണ്ട. ഇങ്ങനെ കരഞ്ഞാലെങ്കിലും തിരിച്ചു വീട്ടിലേക്ക് പോവല്ലോ എന്ന് കരുതിയിട്ടാടി. അമ്മേ, ഇതിനു വേണ്ടിയാ അച്ഛൻ സേഫ്റ്റി പിന്നെ വെക്കാൻ പറഞ്ഞത്. ഇനി ആ പിന്നുപയോഗിച്ചങ്ങ് നടന്നോ. മുള്ളു കുത്തിയ സ്ഥലത്ത് കുറച്ച് മണ്ണ് തേക്കാമേ, വേദന കുറഞ്ഞു കിട്ടും.
അയ്യോ എന്റെ ഫോൺ അങ്ങനെ കിട്ടി. ഏതെങ്കിലും കുരങ്ങും വന്ന് എടുത്തോണ്ട് പോണായിരുന്നു. നീ എന്താ ഇങ്ങനെ പറയുന്നേ? പിന്നെന്ത് പറയാൻ, ഇങ്ങനെയുള്ള സ്ഥലത്ത് ഫോൺ പോക്കറ്റ് വെച്ചേക്കണം. കയ്യിലാണ് കൊണ്ടു നടക്കുന്നത്. മറന്നുപോയതാ ഭാവനെ. ശരി, നമുക്ക് പോവാം. ഇനി എങ്ങോട്ടാ പോകണ്ടേ? ഇങ്ങോട്ടോ അങ്ങോട്ടോ അതോ ഇതിലെയോ? അതാ ഞാനും ആലോചിക്കുന്ന ജയന്തി. ഇതിലെയാന്ന് തോന്നുന്നു. ഇതിലാണെന്ന് തോന്നുന്നോ? അപ്പൊ ശരിക്കും അറിയില്ലേ? ഓർമ്മയില്ലെന്നേ. നന്നായിട്ട് ആലോചിച്ചിരുന്നു പറയാച്ചാ. ഇതിലേ പോകണ്ടെന്ന് തോന്നുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ ജയന്തി? എനിക്ക് ഓർമ്മയില്ലേട്ടാ, അതുകൊണ്ടാ ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞേ. വീണ്ടും വീണ്ടും അങ്ങനെ പറയാതെ അമ്മേ. ദേവിയെ വിശ്വസിച്ചാ നമ്മള് വന്നേ. നമ്മൾ എവിടെ എത്തിച്ചോളും. ഏത് ദേവി എത്തിക്കുന്നാ പറയുന്നേ? ദേവിക്കെന്താ, ക്ഷേത്രത്തിനകത്ത് സൂചിച്ചിരുന്നാ മതി. നമ്മളല്ലേ കഷ്ടപ്പെട്ട് നടക്കേണ്ടത്. ഇപ്പോഴേ കാലിന് വേദന സഹിക്കാൻ പറ്റുന്നില്ല. അല്ല, ഇളയമ്മയ്ക്ക് വേണ്ടി വല്ല പല്ലക്കും അറേഞ്ച് ചെയ്യേണ്ടി വരുമോ? അങ്ങനെ എന്താ ചെയ്യടാ, നിനക്ക് പുണ്യം കിട്ടും. പല്ലക്ക് വേണോ അതോ ഹെലികോപ്റ്റർ കൊണ്ടുവരട്ടെ ഇളയമ്മേ? ഹെലികോപ്റ്ററാ? അഖിൽ നിങ്ങളെ കളിയാക്കുകയാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. വാ വാ, ഇതുവഴി തന്നെയാ. ആ ഭാഗമൊക്കെ ആകെ കുന്നിൻ ചെരുവല്ലേ. അതിനിടയിൽ അമ്പലം വരാനായിട്ട് ഒരു ചാൻസും ഇല്ല. നമുക്ക് ഇതുവഴി തന്നെ പോവാം. വാ. ശരി, നടക്ക്. പതുക്കെ ഭാവനെ നോക്കി. എന്താ ഇത്രയും ദൂരം വന്നിട്ട് അവരെയൊന്നും കാണാനില്ലല്ലോ? അതാ ഞാനും ആലോചിക്കുന്ന ഭാവനെ. നമ്മൾ ശരിക്കുള്ള വഴിയായിരിക്കുമല്ലേ വന്നേക്കുന്നേ. നമുക്ക് തെറ്റിയൊന്നുമില്ലല്ലോ. നമ്മൾ വേറെ ഏതോ വഴിയില വന്നെന്ന് തോന്നുന്നു. അതുവഴി പോണായിരുന്നു. ശരി, എന്തായാലും ഇത്ര ദൂരം വന്നില്ലേ, ഇതുവഴി തന്നെ പോ. വാ മോളെ, സൂക്ഷിച്ച്. അമ്മേ, എന്നെ കൊണ്ട് പറ്റില്ലേ. കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ. ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോവാടാ. എന്നെ ഒന്ന് ഇവിടെ ഇരിക്കാൻ സമ്മതിക്ക്. അതെ ഏട്ടാ, എനിക്ക് കാല് വല്ലാതെ വേദനിക്കുന്നു. കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാം. ഭാസ്കറും ഭാവന ഇവിടെ കണ്ടില്ലല്ലോ. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഏട്ടനും ഏട്ടത്തി വന്നിട്ട് പോ. എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്ന അച്ഛാ. അയ്യോ, ഭാസ്കരേട്ടന്റെ കയ്യിലാ ഭക്ഷണമുള്ള ബാഗ് ഇരിക്കുന്നെ. ഇനി എന്താ ചെയ്യാ?